ഹായ്, ഞാൻ രാവിലെ തന്നെ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ലിസ്റ്റ് ചെയ്യലാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാം മറന്നു. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മോള് നിലവിൽ ഉറങ്ങലാണ് കാത്തു. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുമ്പ് അവളെ ഫുഡാക്കണം. 2 ഫുഡാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എണീച്ചപാട് 11 മണിക്കെങ്ങാനും മിക്കവാറും ഇപ്പം കുറച്ച് കഴിഞ്ഞ് എണീക്കുമായിരിക്കും. ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം നെയ്യിൽ വാട്ടിയിട്ട് വെക്കണം. പിന്നെ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് പയറും കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അരിയും പയറും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 വിസിൽ അടിച്ചാൽ അത് നല്ലോണം വേവും. മൂക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് നല്ലോണം ഉടയണം. അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ പഴം നുറുക്കിയിട്ടിട്ട് വാട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെക്കലാണ് ഞാൻ. ചില ദിവസങ്ങളത് തിന്നും, ചില ദിവസം തിന്നില്ല. പകുതിയും ഞാൻ തന്നെ തിന്നലാന്ന് പതിവ്. എന്നാലും തിന്നു എന്നുള്ള പ്രതീക്ഷയിൽ ആക്കി വെക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് കുക്കർ വിസിൽ വന്ന് അപ്പം ഞാൻ കഞ്ഞി വെന്തിനാന്ന് നോക്കലാന്ന്. കഞ്ഞി ഏകദേശം വെന്തിട്ടുണ്ട്, വെന്ത പോലെ തോന്നുന്നുണ്ട് എനിക്കപ്പോൾ. പഴം ഏകദേശമായി. അപ്പോൾ ആ അടുപ്പത്തേക്ക് കഞ്ഞി വെച്ചിട്ട് അത് ഒന്നും കൂടി ജസ്റ്റ് തിളപ്പിച്ചിട്ട് അതിൽ ഇത്തിരി ഉപ്പിടാണ്ടാന്ന് ആദ്യമൊക്കെ കൊടുക്കല്. പക്ഷെ ഇപ്പം ടേസ്റ്റൊക്കെ ശരിക്കും മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉപ്പിടാണ്ടും മധുരമിടാണ്ടും ഒന്നും തിന്നുന്നില്ല. അപ്പോൾ തിന്നുക എന്നുള്ളതാണ് പ്രധാനമായതുകൊണ്ട് കുറച്ചുപ്പിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കഞ്ഞി ഒന്നുകൂടെ ഉടച്ച് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടാൽ അത് ഓഫാക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പഴമായിട്ടുണ്ട്. അങ്ങനെ കഞ്ഞി ഒന്നുകൂടെ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ കാത്തുമ്മേൻ്റെ ഫുഡ് സെറ്റായി. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് കാത്തുമ്മ എണീക്കുന്നതിന് മുമ്പ് ഒന്ന് പുരികം ത്രെഡ് ചെയ്യണം. മുഖമൊക്കെ ഒന്ന് ഹെയറൊക്കെ കളഞ്ഞ് റിമൂവ് ചെയ്യണം. കുറേ കാലങ്ങളായി പുരികം ത്രെഡ് ചെയ്തിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു ഫേസ് മാസ്ക് ഇടണം. പിന്നെ അങ്ങനെ അത്യാവശ്യം ചില്ലറ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ഈ ഹെയർ ബാൻഡ് ഇതെങ്ങനെ ഇടണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെയായിട്ടും മനസ്സിലാവുന്നില്ല അത്. കാരണം ഇതിൽ കിട്ടിയിട്ട് കുറേ കാലമായി. അതിട്ടപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ റേസർ വെച്ചിട്ടാണ് ത്രെഡ് ചെയ്യൽ. പാർലറിലോട്ടൊന്നും പോവാറേ ഇല്ല ത്രെഡ് ചെയ്യാൻ. അപ്പോൾ വല്ലപ്പോഴും റേസർ വെച്ചിട്ടൊന്ന് ചെയ്യും. നല്ലോണമായി തോന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഖത്തെ ഹെയർ ഒന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം പുരികം അത്യാവശ്യം ചെറുങ്ങനെ ഒന്ന് ഇതെടുക്കും. പിന്നെ ചാർക്കോളിൻ്റെ ഒരു പീലിംഗ് മാസ്ക് അങ്ങനത്തെ സാധനം ഞാൻ കുറേ കാലം മുന്നേ മേടിച്ചതാണ്. അതിൻ്റെ ഏകദേശം ഡേറ്റൊക്കെ കഴിയാനായി. പിന്നെ അത് ഏതായാലും യൂസ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ അത് ഞാൻ തേച്ചു. മുഖത്തൊക്കെ തേച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പീൽ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് വെക്കണം. അതിൻ്റെ മണമാണെങ്കിൽ വൃത്തിയായിട്ട മണം. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ഒരു തവണ യൂസ് ചെയ്തിന്. അതിൻ്റെ മണം കൊണ്ട് ഞാൻ പിന്നെ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് പൂട്ടി വെച്ചെടുക്കുക തന്നെ. ഇപ്പം അതിൻ്റെ ഡേറ്റ് ഏകദേശം കഴിയാനായി. അപ്പോൾ പിന്നെ ഏതായാലും വാങ്ങിച്ചതല്ലേ പൈസയും കൊടുത്തിട്ടെന്ന് വെച്ചിട്ട് മുഖത്ത് തേച്ചു. പ്രധാനമായിട്ട് ഞാൻ മുഖത്തിന് മുകളിലുള്ള ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. അപ്പോൾ പിന്നെ അവിടെയൊക്കെ തേച്ചു. പക്ഷേ അതിൻ്റെ മണം എന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് ആ മണം കൊണ്ട് എനിക്ക് അധികം തേക്കാനേ തോന്നിയില്ല. അപ്പോൾ കുറച്ച് മാത്രം അവിടെ ഇവിടെയൊക്കെ തേച്ച് ഇത് പീൽ ചെയ്തെടുക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു 10-15 മിനിറ്റ് വെക്കണം. അതിന് മുന്നേ മോൾ എണീച്ചിട്ടില്ലെങ്കിൽ 15 മിനിറ്റ് വരെ വെക്കാം. അതിന് മുന്നേ മോൾ എണീച്ചില്ലെങ്കിൽ വേറെ വഴിയില്ല. കാരണം അഥവാ എന്നെ കണ്ടിട്ട് അവൾ പേടിച്ചു കഴിഞ്ഞെങ്കിലോ, അല്ലെങ്കിൽ പേടിക്കില്ലെങ്കിൽ ചിലപ്പോൾ അവളിത് മുഖത്തെല്ലാം പറിച്ച് കീറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് എൻ്റെ ലിസ്റ്റിലുള്ള ഒരു 3-4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ടിക്കിട്ട് വെച്ച്. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രിഡ്ജാണ്. ഒരു ഗോഡൗണിലേക്ക് നോക്കുന്നത് പോലെ ഉണ്ട് എൻ്റെ ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോൾ. എങ്ങനെ ആയിരിക്കരുത് എൻ്റെ ഫ്രിഡ്ജ് എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ തന്നെയാണുള്ളത്. ഇല്ലാത്ത സാധനങ്ങളില്ല. ഏകദേശം 1 മാസമായി ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കിയിട്ട്. എപ്പോഴും വിചാരിക്കും, സമയം കിട്ടായിട്ടല്ല, പക്ഷെ അതിനായിട്ട് അങ്ങ് മുന്നിട്ടിറങ്ങുന്നില്ല. അപ്പം ഇന്ന് മോൾ എണീക്കുന്നതിന് മുമ്പ് അതൊന്ന് ക്ലീനാക്കി എല്ലാം അടുക്കി പെറുക്കി. കുറേ ബോക്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും യൂസ് ചെയ്തില്ല. അങ്ങനെ ചാടേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വേസ്റ്റായിട്ട്.
അതൊക്കെ ഓരോ പാത്രത്തിലൊക്കെ എന്താണെന്ന് വരെ ഞാൻ മറന്നുപോയി. ഞാൻ തന്നെ വെച്ചിന്. അപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ ബോക്സിലാക്കി വെക്കാനുണ്ട്. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ എടുത്തു നോക്കല. ഞാൻ തന്നെ മറന്നുപോയി ഏതിലൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുക. അരിയൊക്കെ വെച്ചിട്ടുണ്ട് പുഴു വരാതിരിക്കാൻ. വേറെ എന്താ ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ്ട് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അരിയൊന്നും. പിന്നെ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ എന്താണെന്ന് വരെ അറിയില്ല. ഇത് നോക്കുമ്പോൾ ഞാൻ റംബൂട്ടാനാണ്. ഇത് റംബൂട്ടാൻ വാങ്ങിച്ചെന്നവർ ഈ റംബൂട്ടാൻ ചാടുന്നത് കാണാണ്ടിരുന്നാൽ മതിയേനും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തെടുത്ത് ഞാൻ വെച്ചത് പുറത്തെടുക്കാണ്ട് അതിൻ്റെ ഓരോ തട്ടുകളുണ്ടല്ലോ തുടച്ചെടുക്കാമെന്ന്. അപ്പോൾ മുകളിലത്തെ തട്ട് ഞാൻ അങ്ങനെ തുടച്ചു. സെക്കൻഡ് ലെയർ തുടക്കാൻ പോകുമ്പം അതങ്ങനെ വൃത്തിയാകുന്നില്ല. അപ്പോൾ ഞാനത് പുറത്തെടുത്തിട്ട് തുടച്ച് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ കാത്തുമ്മ എണീക്കുന്നതിന് മുമ്പ് എല്ലാം തുടച്ച് വെച്ച് എല്ലാം അതിൻ്റേതായ പാത്രങ്ങളിലിട്ട് സെറ്റാക്കണമെന്നുണ്ട്. ചെറിയ സൗണ്ട് കേട്ടാൽ വരെ അവൾ പെട്ടെന്ന് എണീക്കും. അതുകൊണ്ട് ഓരോ കാര്യവും ഞാൻ ശ്രദ്ധിച്ച് പതിയാണ് എടുക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റിച്ചുകൊണ്ട് കാത്തുമ്മ എണീറ്റു. ഞാൻ കുറച്ച് സമയം തൊട്ടിൽ ആട്ടി നോക്കി ഉറങ്ങുമോയെന്ന് വെച്ചിട്ട്. പക്ഷെ ഉറങ്ങിയില്ല. അതുകൊണ്ട് വേറെ ഒരു രക്ഷയില്ലാതുകൊണ്ട് ഞാൻ അവളെ എടുത്തു വന്നു. കാരണം രാവിലെ ഒന്നും ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വിശക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉറങ്ങാതെയെന്ന് വെച്ച് ഏതായാലും ഞാൻ ഫുഡാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കൊടുത്ത് പിന്നെ ഉറക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എന്നെ കണ്ടിട്ട് അവൾ പേടിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ മുഖത്ത് പോലും അവൾ നോക്കുന്നില്ല. കാരണം ഉറക്കപ്പിച്ചില്ലാന്നുള്ളത്. അപ്പോൾ പിന്നെ കുറേ സമയം വെച്ചാൽ അവൾ എന്തായാലും അത് മാന്തി പറിക്കും മുഖത്തുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചതങ്ങ് പീൽ ചെയ്ത് കളയാന്ന്. അപ്പോൾ ആദ്യം പീൽ ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. പിന്നെ നോക്കുമ്പോൾ നല്ല സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു. ഈ പീൽ ചെയ്യുമ്പോഴുള്ളത് നല്ല സുഖമുണ്ട്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ പീൽ ചെയ്ത് കഴിഞ്ഞ് കാത്തുമ്മയും എന്നെ അതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾക്കത് കാണുമ്പോൾ മാന്തി പറിക്കാൻ തോന്നുന്നുണ്ട് എൻ്റെ മുഖം. ആകെ ഒരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ ഞാനത് തേച്ചിട്ട്. പിന്നെ കാത്തുമ്മ അത് എന്തായാലും മാന്തി പറിക്കും എന്നുള്ളത് കൊണ്ട് പീൽ ചെയ്ത് കളയാമെന്ന് വെച്ചു. അതുകൊണ്ട് അത്രമാത്രം എഫക്റ്റീവായും തോന്നുന്നില്ല. എന്നാലും പിന്നെ ഞാനതൊന്ന് പീൽ ചെയ്ത് കളഞ്ഞ് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു. ഗ്യാപ്പ് ഇല്ല അപ്പം കൂടി ഇത് മോള് ഭിത്തിയാക്കിക്കോ. ഭിത്തിയാക്കണ്ടെന്നും അമ്മ പറഞ്ഞിട്ടില്ല. കാത്തുമ്മക്ക് ഫുഡും കൊടുത്ത് അവളെ പറ്റിച്ച് ഫുഡും കൊടുത്ത് പിന്നെ അവളെയും കൂട്ടി വൃത്തിയാക്കാമെന്ന് വെച്ചു. പക്ഷെ അതൊരു തരത്തിൽ നടപടിയാകുന്നില്ല. കാരണം ഞാൻ എടുത്തു വെക്കുന്നതെല്ലാം അവൾ വലിച്ചെറിയുന്നത്. ഞാൻ എടുക്കുന്നതെല്ലാം അവൾക്ക് വേണം. അവൾക്ക് വേണ്ടാത്തതൊന്നുമില്ല. ഒരു തരത്തിലൊരു രക്ഷയില്ലാതെ പോലെയായി. ഞാൻ കുറേ സമയം ട്രൈ ചെയ്തു അവളെയും കൊണ്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അധിക സമയമെല്ലാം പുറത്തിട്ടാൽ മോശമായി പോകുന്നുള്ളതുകൊണ്ട് അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാണ്ട് ഞാൻ അവളെ പോയി ഉറക്കി. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അവൾ ഉറങ്ങിയതിന് ശേഷമാണ് എല്ലാം എടുത്തു വെച്ചത്. പക്ഷെ ഇന്ന് ഇത്രേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തോ ഒരു ശാപം പിടിച്ചതുപോലെ ആയിപ്പോകുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി റിഞ്ച് വന്നിട്ട് വേണം മര്യാദയ്ക്കൊന്ന് എടുക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ.